കാടും നാടും വിറപ്പിച്ചവൻ, കാട്ടാനകളിൽ അരിക്കൊമ്പനോളം പേരെടുത്തവൻ വേറെ ഉണ്ടാവില്ല. ചിന്നക്കനാലിൻ്റെയും ശാന്തമ്പാറയുടെയും ഉറക്കം വർഷങ്ങളോളം അപഹരിച്ച കാട്ടുകൊമ്പനെ കാട് കടത്തിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. 2023 ഏപ്രിൽ 29-നാണ് അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത്. ആനയിറങ്കലിൽ മുങ്ങി നിവർന്ന തേയിലച്ചെരുവുകളെ കീഴടക്കി നാടും കാടും അടക്കി വാണിരുന്നവൻ, ഇഷ്ടഭക്ഷണമായ അരിക്കായി അടുക്കളകൾ ഇടിച്ച് നിരത്തിയവൻ, പന്നിയാറിലെ റേഷൻ കടയിലെ നിത്യ സന്ദർശകൻ, മതികെട്ടാൻ ചോല ഇറങ്ങി വരുന്ന കാട്ടാനകളിൽ ഏറ്റവും ശക്തനും അപകടകാരിയുമായിരുന്നു അരിക്കൊമ്പൻ. ഇവന്റെ അരി തേടിയുള്ള യാത്രക്കിടയിൽ തകർന്ന വീടുകളും നഷ്ടമായ ജീവനുകളും നിരവധിയാണ്. ഇതോടെയാണ് ആനയെ പിടിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തുടർ സമരങ്ങൾ നടത്തിയത്. ഒടുവിൽ മയക്കുപിടി വെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. ഏപ്രിൽ ആദ്യവാരം മയക്കുപിടി ഉതിർക്കാനായിരുന്നു തീരുമാനം. പക്ഷേ മൃഗസ്നേഹികളുടെ കടന്നുവരവും കോടതി ഇടപെടലും വിഷയം സങ്കീർണമാക്കി. അപകടകാരിയായ ഒരു വന്യമൃഗത്തെ കാട് കടത്തുന്നു എന്നതിനപ്പുറം അരിക്കൊമ്പന് ഒരു ഹീറോ പരിവേഷം ഉണ്ടായി. ഫാൻസ് അസോസിയേഷനുകൾ രൂപപ്പെട്ടു. ആനയെ പിടികൂടുന്നതിനെതിരെ കേരളമെങ്ങും പ്രതിഷേധമുയർന്നു. ചിലപ്പോഴൊക്കെ ഒരു ദൈവിക പരിവേഷം പോലും ചാർത്തപ്പെട്ടു. ഒടുവിൽ ഒരു മാസത്തോളം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് 2023 ഏപ്രിൽ 29-ന് ദൗത്യം പൂർത്തിയാക്കിയത്. സിമന്റ് പാലത്തിലേക്ക് നടന്നെടുത്ത അരിക്കൊമ്പനെ മയക്കുപിടിയിൽ കുരുക്കി. അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയിട്ട് നിലവിൽ ഈ ഏപ്രിൽ 29 വരുമ്പോൾ ഒരു വർഷം തികയാണ്. ഈ ഒരു വർഷം കഴിയുമ്പോൾ ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലായി അരിക്കൊമ്പൻ വിഹരിച്ചിരുന്ന മേഖലയിലെ കാട്ടാനശല്യം ഒരു 75% വരെ കുറവുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ചക്കക്കൊമ്പൻ, മുറിവാലൻ പോലുള്ള ആനകൾ അന്നും അക്രമകാരികളാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുള്ളതാണ്. ആ ആനകൾ ഇപ്പോൾ ചെറിയ തോതിലല്ല, ആ ചക്കക്കൊമ്പനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ആക്രമണോത്സവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് അരിക്കൊമ്പൻ പോയതോടുകൂടി തന്നെ ഈ മേഖലയിൽ 75% കാട്ടാനശല്യം ഒഴിവായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അരിക്കൊമ്പൻ വെറുതെ ഇരുന്നില്ല. മേഘമല ചുറ്റി തമിഴ്നാട്ടിലെ കമ്പത്തും സുരുളിപ്പെട്ടിയിലുമെല്ലാം കസർത്ത് കാട്ടി. ഒടുവിൽ ഇവിടെ നിന്നും തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്ക് മാറ്റുകയായിരുന്നു. അരിക്കൊമ്പൻ പോയതോടെ ചിന്നക്കനാലിലെ കാട്ടാനശല്യം പൂർണ്ണമായും അവസാനിച്ചില്ല. ചക്കക്കൊമ്പനും മൊട്ടവാലിനും കാട്ടാനക്കൂട്ടങ്ങളുമൊക്കെ ജനവാസ മേഖലയിൽ പതിവാണ്. പക്ഷേ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് നേരിയ കുറവുണ്ട്. ഇപ്പോൾ അരിക്കൊമ്പന്റെ പാതയിൽ ചക്കക്കൊമ്പൻ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഈ അരിക്കൊമ്പൻ പോയതോടുകൂടി കുറേ സമ്മാനം ഉണ്ടെങ്കിൽ ഇപ്പൊ ചക്കക്കൊമ്പനെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടിരിക്കുക. ഈ ആക്കളികൾ ആ സീരിയൽ സെറ്റ് കണ്ടല്ലോ, ഈ സീരിയൽ സെറ്റ് ഇതെല്ലാം ഇട്ടില്ലെങ്കിൽ അവൻ കൃത്യമായിട്ട് കുത്തും. ഈ കഴിഞ്ഞ മാസം ഈ വീട് കുത്തിയായിരുന്നു. അതെങ്ങനെ ഇപ്പോൾ അത് സോളാർ വെള്ളി ഇടാന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ഇട്ടിട്ടില്ല. പുതിയ പക്ഷേ ആ ലൈനിനെ വന്ന് കണ്ടിട്ടെല്ലാം പോയതാണ്. ഈ സ്ഥലത്തിൻ്റെ പ്ലാന്റേഷനും നമ്മളായിട്ടുള്ള അത് അതിർത്തിയിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്ര ആവശ്യം കുറയുമായിരിക്കും. ഒരു ആനയെ കാട് കടത്തുക എന്നതല്ല ചിന്നക്കനാലുകാരുടെ ആവശ്യം. ശാശ്വതമായ പരിഹാരമാണ് അവർ ഉന്നയിക്കുന്നത്. നാട്ടുകാർക്ക് സമാധാനത്തോടെ വീടിനുള്ളിൽ അന്തി ഉറങ്ങണം, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യണം, പേടി കൂടാതെ കുട്ടികളെ സ്കൂളിൽ അയക്കണം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.